ഉണ്ണിക്കണ്ണൻ മംഗൾഡാമിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഒരു അതിഭീകര കാമുകൻ എന്ന പുതിയ സിനിമയുടെ പൂജയുടെ ആ ഒരു വേളയിലാണ് കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിജയിനെ കാണാനായിട്ട് ഉണ്ണിക്കണ്ണൻ മംഗൾഡാം നടത്തിയ ഒരു നടത്തമുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. വിജയിനെ കണ്ടോ? അത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സംശയമുണ്ട്. ആ സംശയം എനിക്കുണ്ട്. കാരണം ഞാൻ വിജയണ്ണനെ അവിടെ കണ്ടിട്ടുള്ള പച്ചയായ ഒരു മനുഷ്യനെ ഞാൻ അവിടെ കണ്ടു. ഒരു ജാടയാകങ്കാരുള്ള സിനിമയിലൊന്ന് ജീവിതത്തൊന്ന് അങ്ങനെയല്ല, എപ്പോഴും ഒരേപോലെ സംസാരിക്കും. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ വയസ്സായവർ വരെ ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ വിജയണ്ണൻ അതേപോലെ ഒരു പച്ചയായ ഒരു മനുഷ്യനാണ്. പലരും പറയുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ മലയാളികളെ പറ്റിക്കുകയാണ്, വിജയിനെ കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം, അതിൻ്റെ ഒരു തെളിവ് പോലും ഉണ്ണിക്കണ്ണൻ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് നമ്മുടെ ജനങ്ങളെ പ്രേക്ഷകരൊന്നും. ആ തെളിവ് പറഞ്ഞാൽ ഞാനൊരു 2-3 വീഡിയോ പാട്ട് വെച്ചിട്ടിട്ടുണ്ട്. അത് വിജയണ്ണൻ എടുത്തു തന്ന റൂമാണ്. പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ സ്നേഹം കൊണ്ട് അവരെടുത്തു തന്നു. 2 ദിവസം അവിടെ ഉണ്ടായി, 1.5 ദിവസം 2 ദിവസത്തോളം ഉണ്ടായി. നനച്ച് ട്രെയിൻ എടുത്തു വന്നു. പച്ചയായ ഒരു മനുഷ്യനെ കണ്ടു. ഇപ്പോൾ തെളിവ് ഉണ്ണിക്കണ്ണൻ്റെ കയ്യിലില്ല. അധികം വൈകാതെ പടത്തിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞാൽ ആ ഫോട്ടോയും വീഡിയോയും വരും. എന്തായാലും തമിഴ്നാട്, കേരളം, ലോകം മൊത്തം എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നുണ പറഞ്ഞ് പറ്റിച്ചിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മളൊരാളെ പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മളത് ഭയങ്കര നമ്മൾ ലോകത്തുള്ള ഒരു ചതിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദൈവം തിരിച്ചു തരും. ആരും നമ്മൾ വേദനിപ്പിക്കാതെ സന്തോഷമായിട്ട് പോവുക. ഈ പൈസ പറയുന്നത് നമ്മൾ ഒരുപാടുണ്ടായിട്ട് നമ്മൾ ആരും നോക്കാതെ പൈസ വന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരുപിടി കാശുണ്ടെങ്കിൽ ഒരുപിടി ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഹാപ്പിയാക്കി സന്തോഷം. ഈ ആത്മാവ് എപ്പോൾ വേണേലും ബലൂണ് പൊട്ടും പോലെ പൊട്ടിപ്പോകുന്നുള്ളൂ. സന്തോഷമായിരിക്കുക. ദിലീപേണ്ട ബബ്ബ സെറ്റിലെങ്ങാനും പോയിട്ടുണ്ടായിരുന്നു? പോയിട്ടില്ല. ശരി. അല്ല, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അവിടെ അല്ല, ഞാനൊരു സാധാരണക്കാരനെ, അതൊന്നും നടക്കുന്ന എനിക്ക് അറിയില്ല. പക്ഷെ ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടോ. ഈ മൂവിയിൽ അഭിനയിക്കുന്നുണ്ടോ? അതിഭീകര കാമുകൻ ആ മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്? അതും അറിയില്ല. പൂജയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഭാഗ്യം പോലെയാണ്, ഒന്നും അറിയില്ല. അപ്പോൾ ഡയറക്ടറും പിന്നെ ശരത്തേട്ടവരും ഒക്കെ പരിചയമുണ്ട്. ലുക്കൊക്കെ പരിചയമുണ്ട്. അപ്പോൾ പടത്തിൻ്റെ പൂജ ഇവിടെയാണ് പറഞ്ഞു വന്നാണ്. ചാൻസ് ചോദിക്കാൻ തന്നെ വന്നാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നത് ദിലീപായിട്ടില്ല. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ 4ാം ക്ലാസ്സുകാരുടെ അതൊന്നും നടക്കുമെന്ന് അറിയില്ല. അല്ല, വിനീതേട്ട ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വിനീതേട്ടൻ വില്ലനായിട്ട് റോളിന് സെറ്റിലെങ്ങാനും വിനീതേട്ടൻ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. പാലക്കാട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞു നീ പാലക്കാടിൻ്റെ റൂമിൽ പോയി ഒരു അരമണിക്കൂറോളം സംസാരിച്ച്. അല്ലാണ്ട് അത് പറഞ്ഞിട്ടിപ്പോ അങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ അത് കിട്ടാത്ത കാര്യം നമ്മൾ കിട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലേ. വിനീതേട്ടനായിട്ട് വർഷങ്ങളായിട്ട് പരിചയം. ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ എന്നെ വിനീതേട്ടൻ വിളിച്ചു. വിനീതേട്ടനെ റൂമിൽ വിളിച്ചു. അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. എൻ്റെ അനുഭവമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പുതിയ പടം ഇപ്പോൾ അത് ദുബായിലാണ്. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാണ്. അപ്പൊ എന്തായാലും വിജയുടെ കൂടെയുള്ള ആ വീഡിയോ ഫോട്ടോസൊക്കെ അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ പുറത്തു വിടാനുള്ള ഒരു ഭാഗ്യം, അത് കാണാനുള്ള ഭാഗ്യം ജനങ്ങൾക്കും കൂടി കിട്ടട്ടെ. പുറത്തു വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു.